നമസ്കാരം. ഈറ്റ് ആൻഡ് ട്രാവലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ചെയ്യുന്ന ഒരു പ്രോഗ്രാം നമ്മളുടെ ബയോഫ്ലോക്കിൻ്റെ ടാങ്ക് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഞാൻ ഇതിനു മുമ്പ് 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പാർട്ടായിട്ടാണ് പലതും കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ടാങ്ക് കൺസ്ട്രക്ഷൻ, നമ്മൾ ഷീറ്റ് ഇടുന്ന കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു കാണിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട് ഒരു ടാങ്ക് കൺസ്ട്രക്ട് ചെയ്ത് അതിനകത്തേക്ക് എയറേറ്റർ പിടിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ഇതിൻ്റെ വാട്ടർ പ്രിപ്പറേഷനെ കുറിച്ചൊന്നും ഇതിൽ പറയുന്നില്ല. അത് ഞാനൊരു വേറൊരു എപ്പിസോഡിലായിരിക്കും അത് പറയുന്നത്. കാരണം നമുക്ക് ടൈമിംഗ് ഒരു പ്രശ്നമുള്ളതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് കൺസ്ട്രക്ഷൻ പാർട്ട് മാത്രമാണ് ചെയ്യുന്നത്. കൺസ്ട്രക്ഷൻ പാർട്ടും അതുകൂടാതെ അതിലേക്കുള്ള എയറേറ്റർ ഫിക്സ് ചെയ്യുന്ന കാര്യങ്ങളും ഗ്രിഡ് സിസ്റ്റം അതെല്ലാമാണ് ഇതിൽ ചെയ്യാൻ പോകുന്നത്. നമുക്ക് കൂടുതൽ കാഴ്ചകൾ കാണാം. ആദ്യമേ തന്നെ നമ്മൾ ഇതിൻ്റെ സെൻട്രൽ നിന്നൊരു ഡ്രെയിനേജ് സിസ്റ്റമാണ് തയ്യാറാക്കുന്നത്. സെൻട്രൽ നിന്ന് ഏകദേശം ഒരു 3 മീറ്റർ ദൂരത്തിലേക്ക് ഒരു പൈപ്പ് ഇട്ട് നമ്മൾ ഡ്രെയിനേജ് സിസ്റ്റം റെഡിയാക്കുന്നു. അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്നത്. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു 5 മീറ്റർ ഡയയുടെ ഒരു ടാങ്കാണ് നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ സെൻറ്ററിൽ നിന്ന് ഒരു 2.5 മീറ്ററാണ് നമ്മൾ ഡിസ്റ്റൻസ് പിടിച്ചിട്ട് അതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലായിരിക്കും നമ്മളുടെ ഫ്രെയിം വെക്കുന്നത്. അപ്പോൾ അതൊരു മണ്ണായിട്ടൊരു കോണ്ടാക്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ചെയ്യുന്നത്. ഇത് ഓവർഫ്ലോ പൈപ്പാണത്. അതിൻ്റെ താഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഡ്രെയിനേജിൻ്റെ ഔട്ട്ലെറ്റും കാണാം. അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ കറക്റ്റ് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു 2 ഇഞ്ച് പൈപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രെയിനേജ് സിസ്റ്റം തയ്യാറാക്കുന്നത്. അവിടെ ഒരു ഏകദേശം 35 സെൻറ്റിമീറ്റർ നമ്മളത് ഒരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഈ GI സ്ക്വയർ പൈപ്പ് 1 ഇഞ്ചിൻ്റെ പൈപ്പാണ്. അത് ബെൻഡ് ചെയ്ത് എടുക്കുകയാണ്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മളുടെ മെഷ് ഇതിനേക്ക് നമ്മൾ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് ഒരു കമ്പനിയിൽ കൊടുത്ത് അവരെ കൊണ്ട് ബെൻഡ് ചെയ്യിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഈ മെഷ് പിടിപ്പിച്ചതിന് ശേഷം ഇതിൻ്റെ ഫ്രെയിം റെഡിയാക്കിയിട്ട് അതൊരു 4 പീസായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ നട്ടും ബോൾട്ട് വെച്ചിട്ട് അത് ടൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അത് 4 സ്ഥലത്തായിട്ട് ഇതുണ്ട്. ഇതിൻ്റെ നമ്മൾ വെർട്ടിക്കലായിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ 1/2 ഇഞ്ചിൻ്റെ പൈപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് കുറച്ചും കൂടി ഒരു സ്ട്രെങ്ത് കിട്ടും ഈ ഒരു മെഷ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ ഇതിൻ്റെ ഫ്രെയിം വർക്ക് നമ്മളുടെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് GI ഷീറ്റ് പിടിപ്പിക്കലാണ്. ഇത് 0.35 mm GI ഷീറ്റാണ്. ഇത് നമ്മൾ കട്ട് ചെയ്ത് താഴത്തായിട്ട് നമ്മൾ പിടിപ്പിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം മറ്റൊന്നുമല്ല, എന്തെങ്കിലും അനിമൽ അറ്റാക്ക് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പ്രൊട്ടക്ഷൻ, നമ്മളുടെ ടാർപോളിൻ ഷീറ്റിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് നമ്മൾ 2ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് വെച്ചത്. അപ്പോൾ കുറച്ചും കൂടി ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ഇതിലേക്ക് ഈ ഒരു GI സ്ക്വയർ ഇത് പൈപ്പുണ്ടല്ലോ അതിലേക്ക് നമ്മളത് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് നമ്മളിതിലേക്ക് പോളിഫോമിൻ്റെ ഷീറ്റ് ഇടുന്ന ഒരു കാര്യമാണ് ചെയ്യുന്നത്. ഇത് ബേസിക്കലി ഇതിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. പിന്നെ പോളിഫോം കുറച്ചും കൂടി അത് എന്താ പറയുക, അതിൻ്റെ ഹീറ്റൊക്കെ അബ്സോർബ് ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പോളിഫോം യൂസ് ചെയ്യുന്നത്. ഇത് 6 mm തിക്നെസ് ഉള്ള പോളിഫോമാണ്. അത് നമ്മൾ സൈഡിലും താഴെയുമാണ് കൊടുക്കുന്നത്. താഴത്തിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊന്തിപ്പുണ്ടെങ്കിൽ അതൊരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അടുത്തത് നമ്മളുടെ ഇത് ടാർപോളിൻ ഷീറ്റ് വിരിക്കുന്ന ഒരു ഇതാണ്. അത് കറക്റ്റായിട്ട് നമ്മളത് എല്ലാ സൈഡിൽ നിന്നും വലിച്ച് സെൻട്രലൈസ് ചെയ്ത്
ഇതിലേക്ക് പിടിപ്പിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ സൈഡുകളെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട്, അപ്പോൾ മാക്സിമം ചുളിവ് ഒഴിവാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ചെയ്താണ് വരുന്നത്. ഈ ചുളിവുകൾ നിന്ന് കഴിഞ്ഞാൽ പിന്നീട് അവിടെയൊക്കെ ഈ ഫ്ലോക്ക് വന്ന് അടിയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാ സൈഡും കറക്റ്റായിട്ടൊന്ന് വലിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ചുളിവുകൾ മാക്സിമം ഒഴിവാക്കണം. പിന്നെ ഒരുവിധം ചുളിവുകളൊക്കെ നമ്മൾ വെള്ളം നിറച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു പ്രഷറിൽ ഇത് കുറച്ചും കൂടി ടൈറ്റ് ആവും. അപ്പോൾ അത് കുറേയൊക്കെ അത് റെഡി ആയിക്കോളും. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിട്ടാണ് നമ്മൾ ഈ ഫിൽറ്റർ വെച്ച് കൊടുക്കുന്നത്. ടെർപോളിൻ നമ്മളൊരു റോപ്പ് ഉപയോഗിച്ചിട്ട് ഈ മെഷിലേക്ക് വലിച്ചു കെട്ടുക. അധികം മുറുക്കി കെട്ടേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം നിറച്ച് കഴിയുമ്പോഴത്തേക്കും ലോഡ് വരുമ്പോഴത്തേക്കും കൂടുതൽ അത് ടൈറ്റ് ആയിക്കോളും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറച്ച് ലൂസാക്കി ഒന്ന് വലിച്ച് കെട്ടുക എന്ന് മാത്രമേ ഉള്ളൂ വെക്കുന്നത്. ഇത് നിങ്ങൾ ഈ കാണുന്നത് എയർ ലിഫ്റ്റിന് വേണ്ടിയിട്ടാണ്. ഒരു 2 ഇഞ്ച് പൈപ്പിൻ്റെ നമ്മളൊരു ചെറിയ ഒരു ഹോളിട്ട് ഗ്രോമെറ്റ് ഇട്ട് അതിലേക്ക് എയർ ട്യൂബ് കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സർക്കുലർ മൂവ്മെൻറ്റ് ഉണ്ടാവും വെള്ളത്തിൻ്റെ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതായത് താഴത്തു നിന്നുള്ള വെള്ളം എടുത്ത് മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ ഇതിൻ്റെ നമ്മൾ സെൻറ്ററിലൊരു ഗ്രിഡും ഉപയോഗിക്കും. അതുകൂടാതെ ഈ ഒരു 4 എയർ ലിഫ്റ്റാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എയറേഷനെല്ലാം പ്രോപ്പറായിട്ട് എല്ലാ സ്ഥലത്തും എത്തും. ഇത് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് 2 ഇഞ്ച് പൈപ്പാണ്. അതിന് 2 ബെൻഡ് കൊടുക്കുക, അത്രയേ ഉള്ളൂ. എയറേഷന് വേണ്ടിയിട്ട് നമ്മൾ ഗ്രിഡ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബയോഫ്ലോക്കിൽ വളരെ സക്സസ്ഫുള്ളായിട്ട് ചെയ്തേക്കുന്നവരെല്ലാം ചെയ്തിരിക്കുന്നത്. ഇതാകുമ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു എയറേഷൻ എല്ലാ സ്ഥലത്തേക്കും കിട്ടും. ഡെഡ് സോൺസ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ സെൻറ്ററിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ 4 എയർ ലിഫ്റ്റും കൂടി കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തേക്കും എയറേഷൻ എത്തുന്നതായിരിക്കും. ഇതിപ്പോൾ നമ്മൾ വെർട്ടിക്കലായിട്ട് ഈ ഒരു ഫ്രെയിം ഉണ്ടാക്കി അതിലേക്ക് നമ്മൾ എയറോക്സി ട്യൂബാണ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഫൈൻ ബബിൾസിന് ഏറ്റവും നല്ലത് എയറോക്സി ട്യൂബ്സാണ്. അതിൽ നമ്മൾ ഓസ് ഉപയോഗിച്ച് ഇത് കണക്ട് ചെയ്തിരിക്കുകയാണ്. നാല് മീറ്ററാണ് നമ്മൾ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒരു ഹീലിയ HAP 120ക്ക് നമ്മൾ 4 മീറ്റർ, ഒരെണ്ണം നമ്മൾ എയർ ലിഫ്റ്റിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ കാലിൻ്റെ ഭാഗത്ത് നമ്മൾ ഒരു ചെറിയൊരു സ്ലാൻഡിങ് പൊസിഷനാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എഡ്ജ് മാത്രമേ ഇവിടെ നിലത്ത് മുട്ടുകയുള്ളൂ. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ ഫ്ലോക്സ് ഒക്കെ ഒന്ന് അടിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സിസ്റ്റം ചെയ്തിരിക്കുന്നത്. ഈ ഗ്രിഡ് സിസ്റ്റം പലരും ഉണ്ടാക്കുന്ന കാര്യത്തിൽ അതിൽ ഡൗട്ട് പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിക്കുന്നത്. നമ്മൾ ഈ ഫ്രെയിം എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ഇത് പിടിപ്പിക്കാനായിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അതിൽ വേറെ പ്രത്യേകതകളൊന്നുമില്ല. സാധാരണ PVC പൈപ്പ് എടുക്കുക, അതിലേക്ക് 2 ഇഞ്ച് പൈപ്പ് എടുക്കുക, ഇങ്ങനെ ഒരു ഫ്രെയിം ഉണ്ടാക്കുക, അതിലേക്ക് നമ്മൾ ഈ ഒരു ഗ്രിഡ് സിസ്റ്റം റെഡിയാക്കിയാണ്. അതായത് ഒരു HAP 120ക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് 4 മീറ്റർ എയറോക്സി ട്യൂബാണ്. പിന്നെയുള്ളത് എയറേഷൻ നമ്മൾ കൊടുക്കുന്നത് എയർ ലിഫ്റ്റിലേക്കാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഗ്രിഡിൽ ആകെ 4 മീറ്ററിൻ്റെ എയറോക്സി ട്യൂബ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അത് നമ്മളിപ്പോൾ ഈ ഇതിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഈ അടിയിൽ കണ്ടില്ലേ, ഈ ഒരു ഗ്യാപ്പ് ഇട്ടേക്കുന്നത് നമ്മൾ ചരിച്ച് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോക്ക് ഒന്നും വന്ന് അടിയാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സൈഡ് ഒരു എഡ്ജ് മാത്രമേ നിലത്ത് മുട്ടുന്നുള്ളൂ. അപ്പോൾ ഒരിക്കലും ഡെഡ് ഫ്ലോക്കൊന്നും വന്ന് അവിടെ അടിയില്ല. അപ്പോൾ നമ്മൾ ട്രെയിൻ ചെയ്ത് പോകുമ്പോഴത്തേക്കും എല്ലാ സൈഡിൽ നിന്നും ക്ലിയർ ആയിട്ട് പോകും. ഇതിപ്പോൾ ജസ്റ്റ് നമ്മൾ ഈ ടൈ ഉപയോഗിച്ച് ഇതിലേക്ക് പിടിപ്പിച്ചിരിക്കുകയാണ്. ഇതിനകത്ത് PVC പൈപ്പിനകത്ത് നമ്മൾ മണ്ണ് നിറച്ച് വെയിറ്റ് കൂട്ടിയിട്ടുണ്ട്. അത് വെള്ളത്തിലിറക്കുമ്പോഴത്തേക്കും പൊന്തി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ
അപ്പോൾ നല്ല രീതിയിൽ അതിനകത്ത് മണ്ണ് നിറച്ച് വെയിറ്റ് കൂട്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു ടീ ഉപയോഗിച്ചിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനത്തെയാണ് ടീ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് 16 mm ടീ ആണത്. ഇത് നമ്മൾ ഈ ഓസിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ എറോക്സി ട്യൂബിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ടാങ്കിന് ചുറ്റുമായിട്ട് ഈ ഓസ് ഓടിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് ടീ കണക്ടർ ഉപയോഗിച്ചിട്ട് നമ്മൾ എയർ ലിഫ്റ്റിലേക്കുള്ള കണക്ഷൻ കൊടുക്കുന്നുണ്ട്. 4 എയർ ലിഫ്റ്റ് കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിന് ചുറ്റുമായിട്ട് ഓടിച്ചിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ നേരത്തെ പറഞ്ഞായിരുന്നു 2 HAP 120 ഹേലിയുടെ HAP 120 മോട്ടറാണ്, പമ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത് എയറേഷന് വേണ്ടിയിട്ട്. ഒന്ന് ഗ്രിഡിലേക്കും ഒന്ന് എയർ ലിഫ്റ്റിലേക്കും. അവിടെ നിന്ന് നമ്മൾ കണക്ഷൻ എടുത്തിട്ട് ആദ്യമേ നേരെ ഇതിലേക്കല്ല ഗ്രിഡിലേക്കല്ല കൊടുത്തിരിക്കുന്നത്. നമ്മളൊരു ചേംബർ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഇതിൽ കാര്യമായിട്ടുള്ള ഒരു ഇതല്ല. ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നൊരു കാര്യമാണ്. PVC പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ചേംബർ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളുടെ പമ്പിനൊരു പ്രൊട്ടക്ഷൻ, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്തത് നമ്മളുടെ ടാങ്കിലേക്ക് നമ്മൾ വെള്ളം നിറക്കുകയാണ്. കിണറ്റിൽ നിന്നാണ് മോട്ടർ വെച്ചിട്ട് അടിക്കുന്നത്. അത് ഫിൽറ്റർ ചെയ്ത് ഒരറ്റത്ത് നമ്മൾ സ്പോഞ്ചും കാര്യങ്ങളും തുണിയെല്ലാം വെച്ചിട്ട് ഫിൽറ്റർ ചെയ്തിട്ടാണ് വെള്ളം ഇതിലേക്ക് കയറ്റുന്നത്. നമ്മളുടെ ഗ്രിഡും നമ്മളിതിൽ സെൻറ്ററിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം നിറച്ച് നമുക്ക് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട്. ഇതിൻ്റെ എന്തെങ്കിലും ലീക്കേജോ അതുകൂടാതെ ഗ്രിഡിൻ്റെ എല്ലാം കാര്യങ്ങൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കി വെള്ളം നിറക്കുകയുള്ളൂ. അപ്പോൾ കുറച്ച് വെള്ളം നിറച്ച് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് എല്ലാം പെർഫെക്റ്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള വെള്ളം ഇതിലേക്ക് നിറക്കുന്നുള്ളൂ. ഇതിപ്പോൾ ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ഒന്നും ലീക്കേജ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഗ്രിഡിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ചെറിയ ബബിൾ വരുന്നത് മറ്റൊന്നുമല്ല, ഞങ്ങളൊരു ഗ്രിഡിൻ്റെ ആ ഫ്രെയിമിൽ ഒരു ചെറിയൊരു മൈന്യൂട്ട് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയാണ് ആ ഒരു ബബിൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഗ്രിഡൊന്ന് സിസ്റ്റം വർക്ക് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അതിൽ ആ ഒരു മൈന്യൂട്ടായിട്ടുള്ള ബബിൾസ് വന്ന് നിറയുന്നത്. ഇത് നമ്മളിപ്പോൾ വളരെ കുറച്ച് വെള്ളം നിറച്ചേക്കുന്നതുകൊണ്ടാണ് വലിയൊരു എഫക്റ്റ് ഇതിൽ തോന്നിക്കാത്തത്. പക്ഷേ നമുക്ക് വെള്ളം കംപ്ലീറ്റ് ആയിട്ട് നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നല്ലൊരു അനക്കം ഇതിനകത്ത് ഉണ്ടാവും, നല്ലൊരു വേവ് ഫോർമേഷൻ ഉണ്ടാവും. നല്ല അതിൻ്റെ ആ ഒരു പ്രഷർ കറക്റ്റായിട്ട് വരുമ്പോഴേ നമുക്കതിൻ്റെ ഇത് മനസ്സിലാവുള്ളൂ, അതിൻ്റെ എത്രത്തോളം പ്രഷറിലാണ് ഈ ബബിൾസ് വരുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഇതിലെല്ലാം പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാ ട്യൂബ്സിൽ നിന്നും നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ടാങ്കിൽ വെള്ളം നിറച്ച് കഴിയുമ്പോഴുള്ളൊരു കണ്ടീഷൻ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിനകത്തുള്ള ആ ഒരു ബബിൾസ് വരുന്നതിൻ്റെയൊക്കെ ആ ഒരു പ്രഷർ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഉണ്ടോ? ഇനി ഞാൻ നിങ്ങൾക്ക് പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഈ ഇതിൻ്റെ ഗ്രോത്തിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു പോണ്ടാണ് കാണിക്കുന്നത്. ഒരു 2 മീറ്റർ ഡയയുടെ ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇവർ പഠിക്കാൻ വേണ്ടി ചെയ്തൊരു ടാങ്കാണ്, 2 മീറ്ററിൻ്റെ ഡയയുടെ ടാങ്ക്. അപ്പോൾ അതിൽ നിന്ന് പിടിച്ച മീനുകളുടെ ഒരു വലിപ്പം അതൊരു 4 months കഴിഞ്ഞപ്പോൾ പിടിച്ചതാണ്. ഏകദേശം 250 to 350 grams ഉണ്ടായിരുന്നു ഓരോ മീനുകളും. അപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര തൂക്കം കിട്ടാറുണ്ട് എന്നുള്ളതിനൊക്കെ. അപ്പോൾ അതിന് വേണ്ടി ഇതൊരു എക്സ്പെരിമെൻറ്റ് ചെയ്തൊരു ടാങ്കാണ്. അതിലെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇത് ടേസ്റ്റും ചെയ്ത് നോക്കിയായിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ മീറ്റൊക്കെ വളരെ സോഫ്റ്റ് ആയിരുന്നു. അപ്പോൾ ടാങ്ക് കൺസ്ട്രക്ഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അത് എല്ലാവർക്കും മനസ്സിലായി എന്നുകൂടി വിശ്വസിക്കുന്നു. അപ്പോൾ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ എല്ലാം ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. എൻ്റെ നമ്പർ ഞാൻ എൻ്റെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാം. എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും.
പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഡൗട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലോക്ക് പ്രിപ്പറേഷനാണ്. അത് പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. അതായത് ഈ ചെളിയിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്, അല്ലാതെ നമ്മൾ പൈനാപ്പിളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ച് പുളിപ്പിച്ച് അതിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ അടുത്ത് എനിക്ക് കിട്ടിയ ഒരു ഇതാണ് ഈസ്റ്റ് 5G എന്നിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്. 250 grams ആണിത്. ഈ ഒരു പൗഡറാണ് ഇത്. ആക്ച്വലി ഒരു ഈസ്റ്റാണിത്. ഇതിൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ ഫ്ലോക്ക് ഉണ്ടാക്കാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അത് ഇതിനകത്ത് ഇവർ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ശർക്കര വെള്ളത്തിൽ കലക്കി വെച്ചതിന് ശേഷം അതിലേക്ക് ഈ ഒരു 250 grams പാക്കറ്റ് പൊട്ടിച്ചിടുക. നന്നായിട്ട് കലക്കി വെച്ചതിന് ശേഷം നെക്സ്റ്റ് ഡേ ഓവർനൈറ്റ് വെക്കുക. അത് നെക്സ്റ്റ് ഡേ നമുക്കിത് പോണ്ടിലേക്ക് അപ്ലൈ ആവുന്നതാണ്. നമ്മൾ പോണ്ടിലേക്ക് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് മറ്റ് കാർബൺ സോഴ്സ് കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്ലോക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അത് എനിക്ക് തോന്നിയത് വളരെ എളുപ്പമായിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ അതാണ് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈസ്റ്റ് 5G എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി, ഞാനത് നിങ്ങൾക്ക് അയച്ചു തരാമെന്നാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്തെങ്കിലും അടുത്ത വാട്ടർ പ്രിപ്പറേഷനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അടുത്ത വീഡിയോ, ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകൾക്കത് എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ ഞാനത് പ്രിപ്പയർ ചെയ്തിട്ട് റെഡിയാക്കി ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം.